ഇപ്പോൾ ഭൂമിയിലേക്ക് എന്തോന്ന് ഭയങ്കരമായി കത്തിയെരിഞ്ഞ് ഒരു വലിയ തീഗോളമായി വരികയാണ്. ഇതേ സമയം ഇതൊന്നും അറിയാതെ ബ്രോക്ക്സ്റ്റോൺ എന്ന ടൗണിൽ ജീവിക്കുന്ന ഡോക്ടർ ബ്ലേക്ക് എന്ന ഒരാളെയാണ് ഇപ്പോൾ ഇനി കാണിക്കുന്നത്. മാരി എന്ന ഗർഭിണിയായ ഒരു പെണ്ണിൻ്റെ ആരോഗ്യമൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർ ബ്ലേക്ക്. അങ്ങനെ ഇപ്പോൾ ഡോക്ടർ ബ്ലേക്ക് ആ മാരിയെ പരിശോധിച്ചുകൊണ്ടിരിക്കെ അവർ നിൽക്കുന്ന ബ്രോക്ക്സ്റ്റോൺ പട്ടണത്തിന് പുറത്തുള്ള മറ്റൊരു സ്ഥലത്ത് ആ തീഗോളം അഥവാ ഉൽക്ക വന്ന് വീഴുകയാണ്. ആ തീഗോളത്തിൻ്റെ വീഴ്ചയിൽ ഡോക്ടർ ബ്ലേക്കും മറ്റുള്ളവരും നിൽക്കുന്ന ബ്രോക്ക്സ്റ്റോൺ സിറ്റി തന്നെ നന്നായി കുലുങ്ങി വിറച്ചു. ആ കുലുക്കത്തിൽ ഗർഭിണിയായ മാരി എന്ന പെണ്ണിനെ പ്രസവിക്കാൻ പോകുന്നതിൻ്റെ ചില ലക്ഷണങ്ങൾ ഡോക്ടർ ബ്ലേക്ക് കണ്ടതും അപ്പോൾ തന്നെ നീ ചിലപ്പോൾ ഇന്ന് രാത്രിയിൽ പ്രസവിക്കുമെന്നും നിന്റെ പ്രസവം എടുക്കുവാൻ ഞാൻ അപ്പോൾ വരാമെന്നും ഇപ്പോൾ എനിക്ക് ആ ഉൽക്ക വീണ സ്ഥലത്തേക്ക് പോയി അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അവരെ സഹായിക്കണമെന്ന് മാരിയോട് പറഞ്ഞ് ഡോക്ടർ ബ്ലേക്ക് അവിടുന്ന് ആ ഉൽക്ക വീണ സ്ഥലത്തേക്ക് പോവുകയാണ്. കുറേ നേരം ആ ഉൽക്ക വീണ സ്ഥലത്തേക്ക് ഓടിയും നടന്നും പോയിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ ബ്ലേക്ക് ഉടനെ ഇടിമിന്നലിൻ്റെ ദൈവമായ തോറായി രൂപം മാറി പറന്നു പോവുകയാണ്. ശരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തോറിൻ്റെ ഹ്യൂമൻ ഹോസ്റ്റാണ് ഡോക്ടർ ബ്ലേക്ക്. അങ്ങനെ ഇപ്പോൾ തോർ ആ ഉൽക്ക വീണ സ്ഥലത്തേക്ക് ചെല്ലുന്നു. ഇപ്പോൾ ആ ഉൽക്ക വീണിരിക്കുന്നത് നമ്മുടെ ആസ്ഗാർഡിലാണ്. ആസ്ഗാർഡ് എങ്ങനെയാണ് ഭൂമിയിൽ വന്നതെന്ന് വെച്ചാൽ നമ്മുടെ തോറാണ് റാഗ്നോർക്കിന് ശേഷം പുതുതായി ആസ്ഗാർഡ് നിർമ്മിച്ച് ഭൂമിയിൽ ബ്രോക്ക്സ്റ്റോൺ സിറ്റിയുടെ അടുത്തായി സ്ഥാപിച്ചത്. അങ്ങനെ ഇപ്പോൾ ആസ്ഗാർഡിൽ വീണ ഉൽക്കയുടെ അടുത്തേക്ക് ചെന്ന തോറ് എന്തോ കണ്ട് ഞെട്ടിപ്പോവുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആസ്ഗാർഡിൽ വന്ന് വീണത് ശരിക്കും ഉൽക്കയൊന്നുമല്ല, അത് തോറിൻ്റെ ഉറ്റ ചങ്ങാതിയായ ബീറ്റാ റേ ബില്ലാണ്. ബീറ്റാ റേ ബില്ലിൻ്റെ ദേഹം മുഴുവൻ മുറിവുകളും ചതവുകളുമാണ് ഉള്ളത്. അങ്ങനെ ഇപ്പോൾ വയ്യാതെ കിടക്കുന്ന ബീറ്റാ റേ ബില്ലിൻ്റെ അടുത്തേക്ക് ചെന്ന് നിനക്ക് എന്താണ് സംഭവിച്ചതെന്ന് തോർ ചോദിച്ചതും അപ്പോൾ തന്നെ തനിക്ക് സംഭവിച്ചതെല്ലാം ബീറ്റാ റേ ബിൽ തോറിനോട് പറയുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ആരുടെയും രൂപത്തിൽ മാറുവാൻ സാധിക്കുന്ന സ്ക്രൾസ് എന്ന ഏലിയൻസാണ് ബീറ്റാ റേ ബില്ലിനെ വളരെ ക്രൂരമായി ടോർച്ചർ ചെയ്ത് ആസ്ഗാർഡിലേക്ക് അയച്ചത്. അതെന്തിനാണെന്ന് വെച്ചാൽ സ്ക്രൾസ് ഭൂമിയെ കീഴടക്കുവാനായി വരികയാണ്. ഭൂമിയിൽ ആസ്ഗാർഡിയൻസ് ഉള്ളതുകൊണ്ട് അവരോട് ഭൂമി വിട്ടു പോകുവാനും ഇല്ലെങ്കിൽ നശിപ്പിച്ച് കളയുമെന്നും അതിനുവേണ്ടിയുള്ള മുന്നറിയിപ്പായിട്ടാണ് സ്ക്രൾസ് ബീറ്റാ റേ ബില്ലിനെ ടോർച്ചർ ചെയ്ത് ആസ്ഗാർഡിലേക്ക് അയച്ചത്. മാത്രമല്ല തോറിൻ്റെ കയ്യിലുള്ള മിയോളിനിയറിന് ഒപ്പം നിൽക്കുന്ന ബീറ്റാ റേ ബില്ലിൻ്റെ ഹാമറായ സ്ട്രോം ബ്രേക്കർ സ്ക്രൾസിൻ്റെ കയ്യിലാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ഇപ്പോൾ ബീറ്റാ റേ ബില്ലിന് സംഭവിച്ചതെല്ലാം അറിഞ്ഞ തോറ് ആദ്യം ബീറ്റാ റേ ബില്ലിൻ്റെ ആരോഗ്യം പഴയതുപോലെ ആക്കുവാൻ വേണ്ടിയുള്ള ചികിത്സകൾ ബീറ്റാ റേക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് പിന്നീട് തൻ്റെ ആസ്ഗാർഡിയൻ ആർമിയോട് മുഴുവൻ ആ സ്ക്രൾസിനോട് ഫൈറ്റ് ചെയ്യുവാൻ തയ്യാറായി നിന്നോളുവാൻ തോർ പറയുകയാണ്. മാത്രമല്ല സ്ക്രൾസ് ഇവിടെ വരുമ്പോൾ ബ്രോക്ക്സ്റ്റോണിലുള്ള ആളുകൾക്കൊന്നും സംഭവിക്കാതിരിക്കുവാനായി ബ്രോക്ക്സ്റ്റോൺ ടൗണിൻ്റെ ആകാശത്തിൻ്റെ മേളിൽ വലിയ കാർമേഘങ്ങളെ കാവൽക്കാരായി തോർ സ്ഥാപിക്കുകയാണ്. ഇപ്പോൾ ആ കാർമേഘങ്ങളെ കണ്ടതും വലിയ ഇടിമിന്നലും മറ്റും ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്ന് വിചാരിച്ച് ബ്രോക്ക്സ്റ്റോൺ നഗരത്തിലുള്ള ആളുകളെയെല്ലാം ഗവൺമെൻറ് താൽക്കാലികമായി അവിടുന്ന് കുറച്ചകലെ ഒരു ക്യാമ്പിലേക്ക് മാറ്റുകയാണ്. ഇതേ സമയം ആസ്ഗാർഡിൽ നമ്മുടെ ലോക്കി അവിടെയുള്ള ആളുകളോട് സ്ക്രൾസിന് ആരുടെ രൂപത്തിലും മാറുവാൻ സാധിക്കുമെന്നും അതുകൊണ്ട് ഇവിടെയുള്ളത് ബീറ്റാ റേ ബില്ലാണോ എന്ന് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ച് അവരുടെ എല്ലാം മനസ്സിൽ സംശയമുണ്ടാക്കിയാണ്. പതുക്കെ അവിടെ ഉള്ളവരെല്ലാം ഇവിടെ ഉള്ളത് ബീറ്റാ റേ ബില്ല് അല്ല എന്നും അത് സ്ക്രള്ളാണെന്നും പറഞ്ഞ് ബീറ്റാ റേ ബില്ലിനെ കൊല്ലാനായി ബീറ്റാ റേ ബില്ല് കിടക്കുന്ന മുറിയുടെ അടുത്തേക്ക് പോയതും അപ്പോൾ തന്നെ തോറിൻ്റെ ഹാഫ് ബ്രദറായ ബാൽഡർ അവരെ തടയുവാൻ നോക്കുന്നുണ്ടെങ്കിലും ആസ്ഗാർഡിയൻസ് അതൊന്നും കേൾക്കാതെ മുറിക്കകത്തേക്ക് കയറി ബീറ്റാ റേ ബില്ലിനെ കൊല്ലാൻ വേണ്ടി ഇപ്പോൾ പോവുകയാണ്. അപ്പോൾ തന്നെ അവിടെ നമ്മുടെ തോർ വന്ന് അവരെയെല്ലാം തടഞ്ഞിട്ട് ഇവിടെ ഉള്ളത് ഒറിജിനൽ ബീറ്റാ റേ ബില്ലാണെന്ന് താൻ നിങ്ങൾക്ക് തെളിയിച്ചു തരാമെന്നും പറഞ്ഞ് തൻ്റെ കയ്യിലുള്ള മിയോളിനിയർ ബീറ്റാ റേ ബില്ലിനോട് പിടിക്കുവാൻ പറഞ്ഞ് വയ്യാതെ കിടക്കുന്ന ബീറ്റാ റേ ബില്ലിൻ്റെ കയ്യിലേക്ക് തൻ്റെ ഹാമർ തോർ കൊടുത്തതും അപ്പോൾ തന്നെ ഹാമർ പിടിച്ചുയർത്തി ശരീരത്തിലുള്ള മുറിവുകളെല്ലാം പോയി പഴയതുപോലെ ആരോഗ്യം വെച്ച് പഴയതുപോലെ പവർഫുള്ളായി ബീറ്റാ റേ ബില്ല് മാറുകയാണ്. അങ്ങനെ ബാക്കിയുള്ളവരുടെ എല്ലാം സംശയം തോർ മാറ്റി കൊടുത്തിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഹാമർ ബീറ്റാ റേക്ക് കൊടുത്തതുകൊണ്ട് തോർ തൻ്റെ ഹ്യൂമൻ ഹോസ്റ്റായ ഡോക്ടർ ബ്ലേക്കായി മാറിയിരിക്കുകയാണ്. മാത്രമല്ല മാരി എന്ന ഗർഭിണിയായ മറ്റേ പെണ്ണിൻ്റെ പ്രസവമൊക്കെ എടുത്തതിന് ശേഷം സ്ക്രൾസുമായി ഫൈറ്റ് ചെയ്യുവാൻ താൻ വരാമെന്നും അതുവരെ തൻ്റെ സ്ഥാനത്ത് നിന്ന് ആസ്ഗാർഡിയൻ ആർമിയെ നയിക്കുന്നത് തനിക്ക് പകരം തൻ്റെ ഹാഫ് ബ്രദറായ ബാൽഡർ ആയിരിക്കുമെന്നും അവൻ്റെ ഒപ്പം ബീറ്റാ റേ ബില്ലും കാണുമെന്നും തോർ അഥവാ ഡോക്ടർ ബ്ലേക്ക് എല്ലാവരോടും പറഞ്ഞിട്ട് ബീറ്റാ റേ ബില്ലിൻ്റെ സഹായത്തോടെ പറന്ന് ബ്രോക്ക്സ്റ്റോണിലേക്ക് പോവുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് മറ്റേ ക്യാമ്പിലേക്ക് ഡോക്ടർ ബ്ലേക്ക് ഒറ്റയ്ക്ക് ചെല്ലുകയാണ്. അങ്ങനെ ഇപ്പോൾ ആ മാരി എന്ന പെണ്ണിൻ്റെ അടുത്ത് ഡോക്ടർ ബ്ലേക്ക് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു വലിയ ഭീകര ശബ്ദം പുറത്തുനിന്നും അവരെല്ലാവരും കേൾക്കുകയാണ്. അപ്പോൾ തന്നെ അവരെല്ലാവരും അത് വലിയ ഇടിമിന്നലായിരിക്കുമെന്ന് വിചാരിക്കുകയാണ്. പക്ഷേ ഡോക്ടർ ബ്ലേക്കിന് അത് ഇടിമിന്നലല്ല എന്നും അത് സ്ക്രൾസ് ആസ്ഗാർഡിൽ വന്നതാണെന്നും മനസ്സിലാകുകയാണ്. അത് ഇപ്പോൾ സ്ക്രൾസ് മുഴുവൻ ആസ്ഗാർഡിൽ വന്നിരിക്കുകയാണ്.